ആണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. മാധ്യമാരാ അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയി. ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ്. പ്രഷറിന്റെ ഗുളിക 10 എണ്ണം വെച്ചാ ഞാനിപ്പോ കഴിക്കണത്. അതിന്റെ എണ്ണ ഇനി കൂട്ടരുത്. ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ നിങ്ങള്? അങ്ങനെ ചോദിച്ചാ ഏതാ ചാനല്? ബെസ്റ്റ്. എനിക്ക് നേരെ മറിച്ചാ പറയാനുള്ളത്. അല്ല, എനിക്കിപ്പം നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നീ ചളമാക്കരുത്. പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വേഗം പോ. ഇപ്പൊ സുരേഷ് ഗോപി എന്റെ ശത്രു ഒന്നുമല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രതിയോഗി മാത്രമാണ്. അല്ല, ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞാനിതെല്ലാം ഉന്നയിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് വളരെ ഊഷ്മളതയോട് കൂടിയിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നു. എല്ലാം ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. തൽക്കാലം എന്നെ ഇവിടെ നാട്ടിക്കല്ലേ സാർ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നടന കലയിലുള്ള ഒരു വൈഭവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായിരിക്കാം. യു ഗെറ്റ് ഔട്ട് എന്നെ കൊണ്ട് പറയിക്കരുത്. അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു വീര്യമുണ്ട്, അല്ലെങ്കിൽ ഉഷിരുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കുന്നതായിരിക്കും. ആൾക്കാരുടെ മുമ്പിൽ ചൊല്ലിയാൽ ഊരരുത്. എനിക്ക് എൻ്റെ മിത്രമായിട്ടുള്ള സുരേഷ് ഗോപിയോട് പറയാനുള്ളത്, രാഷ്ട്രീയത്തിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ആവശ്യം മൂപ്പർക്കുണ്ട്. കാമഡി ചെല്ല് എന്തായാലും വരാൻ